ആസിഫ് അലിയുടെ റീസെന്റ് പെർഫോമൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒറ്റ വാക്കുള്ളൂ, ആ ഫിനിക്സ് റൈസിങ്. സോ ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ഗ്രോത്ത് ഉണ്ട്, പടവലങ്ങ പോലെ കീപ്പോട്ട് ആണ്. ഇപ്പൊ തലവന്റെ മുമ്പ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ആൾക്ക് ഒന്നുമില്ല. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് പറഞ്ഞിട്ട് ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആള് പിന്നെ തലവൻ ചെയ്തത്. അതിൽ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ലെവൽ ക്രോസിൽ ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷെ പടം എനിക്ക് ഇഷ്ടമായില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പറയാൻ പോണ അഡിയോസ് അമിഗോ സിനിമയെ പറ്റിയിട്ടാണ്. സോ ഇതിൽ ആസിഫ് അലിയുടെ സുരാജിന്റെ പെർഫോമൻസ് കിടിലം പെർഫോമൻസ് തന്നെയാണ്. സോ ഇതൊരു ജോളി മൂഡിൽ കാണാൻ പറ്റിയ ഒരു പടം. ഇതിൽ നമ്മുടെ ആസിഫ് അലി ഭയങ്കര ഫ്രീക്കനാണ്, കോടീശ്വരനാണ്, ഏത് നേരവും വെള്ളം അടിച്ച് നടക്കുന്ന ഒരാളാണ്. സുരാജ് ആണെങ്കിൽ സ്വന്തം അമ്മയ്ക്ക് ചികിത്സയ്ക്ക് പണമില്ലാതെ ആൾക്കാരുടെ കടം വാങ്ങിച്ച് നടക്കണതാണ്. സോ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നു. പിന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ബോണ്ട്, അങ്ങനെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഇമോഷണൽ സീൻസ് ആണ്. ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് ലോട്ടറി എടുക്കുന്ന ഒരു സീൻ ഉണ്ട്. പിന്നെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് അനഘയായിട്ട് ആസിഫ് അലിയുടെ ഒരു സീൻ ഉണ്ട്. കിട്ടിലൻ സീൻ തന്നെയായിരുന്നു. അതിൽ അനഘയുടെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു. ചെറിയൊരു റോളായിരുന്നു. ഗിറിൽ അനഘയുടെ പെർഫോമൻസ് ഉണ്ട്. ആ കൊച്ചിനെ അഭിനയിക്കാൻ അറിയില്ല.